അമേരിക്കയുടെ MQ-9 എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഡ്രോൺ ഇന്ന് ഇറാൻ തകർത്തിരിക്കുകയാണ്. ഇറാന്റെ കടൽ മേഖലയ്ക്ക് മുകളിൽ പറന്നുവന്ന അതിർത്തി ലംഘിച്ച ഡ്രോണിനെയാണ് തകർത്തതെന്നാണ് ഇറാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ 2018 സർവീസിൽ നിന്ന് പുറത്തായ ഈ ഡ്രോൺ എന്തിനാണ് അമേരിക്ക ഉപയോഗിച്ചത്? നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ആക്രമണത്തിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കുന്നത് MQ-9 റീപ്പർ ആണ്. എന്നാൽ അതിനോട് ആകൃതിയിൽ തുല്യമാണെങ്കിലും MQ-9 റീപ്പറിന്റെ അടുത്തെത്തുകയില്ല MQ-1 എന്നറിയപ്പെടുന്നത്. ഇത് 2018 യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിന് വിലക്കിയതാണ്. എന്നാൽ ഇതിന് എന്തിനാണ് ഇറാന് മുകളിൽ ഉപയോഗിച്ചത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ഈ വിമാനങ്ങളെ നിരീക്ഷിക്കാൻ ഇറാന് സാധിക്കുന്നു, ഇറാന്റെ റഡാറിന് സാധിക്കുന്നു. ഇതിലൂടെ അവരുടെ യുദ്ധവിമാനങ്ങളെ തകർക്കാൻ ഇറാന് സാധിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതൊരു പക്ഷേ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട B-2 സ്പിരിറ്റ് അടക്കമുള്ള യുദ്ധവിമാനങ്ങളെ പോലും തകർക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. കാരണം സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെയും തകർക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ഇതാണ് അമേരിക്കയുടെ മുന്നിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭീതി ഉണ്ടാക്കുന്നത്. പ്രധാനമായും ചൈനയുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന റഡാറുകൾ ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കൈവശം എന്തെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പഴയ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഡ്രോണുകൾ പോലും അമേരിക്ക ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ തസ്നീം എന്നറിയപ്പെടുന്ന ഔദ്യോഗിക പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും മോഡേണായ ലേറ്റസ്റ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്താൻ സാധിച്ചത്, അതിനെ തകർത്തത് എന്നാണ്. അതായത് ഇറാന്റെ അതിർത്തി ലംഘിക്കുന്നതോടുകൂടെ ഇറാന് ഈ ഡ്രോൺ എത്തുന്ന വിവരം ഏറ്റവും ആധുനിക റഡാർ സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇവിടെയാണ് അമേരിക്ക ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ ആ യുദ്ധം വട്ടപൂജ്യമായിരിക്കുമെന്നത് സംശയമില്ല. കാരണം അമേരിക്ക യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതിയാണ് നടത്തി വരാറുള്ളത്. അതേസമയം സർഫസ് ടു സർഫസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ടോമഹാക്ക് പോലുള്ള ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിനെല്ലാം പരിമിതികൾ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായും ഇത്തരം യുദ്ധവിമാനം ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തി വരാറുള്ളത്. അതേസമയം ഇറാൻ യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുന്ന രീതിയില്ല, മിസൈലുകളെ ആശ്രയിച്ചുകൊണ്ടാണ് അതേ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ സാധിക്കുന്നത്. എന്നാൽ ഇറാന്റെ മിസൈലുകളെ അമേരിക്കക്ക് തടുക്കാൻ സാധിക്കാതെ വരികയും അമേരിക്കയുടെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കാനും തകർക്കാനും ഇറാന് സാധിച്ചാൽ ആ യുദ്ധത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെടുമെന്നതിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കുവൈത്തിലുള്ള അലി സാലിം എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ എയർബേസ്, ഈ എയർബേസിന് നേരെ ആക്രമണം നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോൺ തകർക്കുകയും പല സൈനികർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ അത്രമാത്രം പോസിറ്റീവ് അല്ല, അതിന് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഇറാനുമായി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്.